നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഹനുമാൻ ചാലീസയുടെ 19, 20, 21, 22 ഈ 4 ലൈനിൻ്റെ അർത്ഥമാണ്. ഇതുവരെ നമ്മൾ 18 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം കേട്ടു. ബാക്കി അടുത്ത 4 വരികളുടെ അർത്ഥം പറയാൻ പോവാണ്. ആ 19ാമത്തെ ശ്ലോകം എങ്ങനെയാണ്? പ്രഭു മുദ്രികാ മേലി മുഖ് മാഹി ജലതി ലാംഘി ഗയെ അച്ഛരജ് നാഹി. പ്രഭു മുദ്രിക. പ്രഭു എന്ന് വെച്ചാൽ ശ്രീരാമൻ്റെ മുദ്രിക. മുദ്രിക എന്ന് വെച്ചാൽ ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിയുടെ കയ്യിലൊരു മോതിരം കൊടുത്തയച്ചു. എന്താ കാരണം സീതാമ്മ ഹനുമാൻ സ്വാമിനെ കണ്ടിട്ടില്ല, ഹനുമാൻ സ്വാമി സീതാമ്മയും കണ്ടിട്ടില്ല. അപ്പോൾ സീതാമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഇത് ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമി പറഞ്ഞ് അയച്ചതാണെന്നുള്ളതിൻ്റെ ഒരു അടയാളം വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രീരാമസ്വാമി ഹനുമാൻ്റെ കയ്യിൽ ഒരു മോതിരം കൊടുത്തയച്ചു, അടയാളമായിട്ട് ഒരു മുദ്ര പോലെ അടയാളം കൊടുത്തയച്ചു. അപ്പോൾ പ്രഭു മുദ്രിക, ആ മുദ്രിക കൊടുത്തയച്ച മോതിരം എങ്ങനെയാണ് കൊണ്ടുപോയത്? മേലി മുക്ക് മാഹി, വായിൽ വെച്ചിട്ടാണ് അത് പറന്നാണല്ലോ പോയത്. അപ്പോൾ വായിൽ വെച്ചിട്ടാണത് കൊണ്ടുപോയത്. അത് എങ്ങനെ ജലതി ലാംഘികയെ അച്ചുരച്ചനാഹി. ജലതി എന്ന് വെച്ചാൽ സമുദ്രം ലാംഘികയെ എന്ന് വെച്ചാൽ പറന്നു പോയി, അതിനെ കവർ ചെയ്ത് പോയി, സമുദ്രത്തെ കവർ ചെയ്ത് അങ്ങനെ ചാടി പോയി. അതിൽ നമുക്ക് അച്ഛരജ് നഹി, അച്ഛരജ് എന്ന് വെച്ചാൽ ആശ്ചര്യമില്ല, നഹി എന്ന് വെച്ചാൽ ഇല്ല, അച്ഛരജ് എന്ന് വെച്ചാൽ ആശ്ചര്യം, അതിലൊരു ആശ്ചര്യവും ഇല്ല. കാരണം നമുക്കറിയാം ഹനുമാൻ സ്വാമി 18ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ, സൂര്യഭഗവാനെ പിടിക്കാനായിട്ട് ഒറ്റ ചാട്ടത്തിൽ ചാടിയത് അത്രയും ദൂരം. അപ്പോൾ പിന്നെ ഈ സമുദ്രം ഒരു ചാടിപ്പോയി എന്ന് പറയുന്നത് കേൾക്കാനായിട്ട് അതിലൊരു ആശ്ചര്യവും ഇല്ല. അതാണ് 19ാമത്തെ ശ്ലോകം. ഇനി 20ാമത്തെ ശ്ലോകം. ദുർഗമ കാജ് ജഗത് കേ ജേത്തെ സുഗമ അനുഗ്രഹ തുമരേ തേത്തെ. ദുർഗം എന്ന് വെച്ചാൽ കഷ്ടപ്പാട്, അല്ലെങ്കിൽ കഷ്ടം ഉള്ള എന്തെങ്കിലും കഠിനമായത്, അല്ലെങ്കിൽ അധ്വാനം കൂടിയത്, അങ്ങനത്തെ എന്തെങ്കിലും അസാധ്യമായ കാര്യം. ദുർഗമ കാജ് എന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യം. ജഗത്ത് കെ ജേത്തെ, ജഗത്ത് എന്ന് വെച്ചാൽ സംസാരം. അപ്പോൾ സംസാരം എന്ന് വെച്ചാൽ സംസാരം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിൽ എന്തെങ്കിലും അത്രയും കഠിനമായതോ അല്ലെങ്കിൽ അത്രയും എന്താ പറയുക അസാധ്യമായ കാര്യങ്ങൾക്ക് എല്ലാത്തിനും സുഖം അനുഗ്രഹ തുമരേത്തെ, സുഖം, അതിനകത്ത് സുഖം കിട്ടുന്നു, സുഖമായ അനുഗ്രഹം ഉണ്ടാകുന്നു. എപ്പോൾ? തുമരേ തേത്തെ, തുമരെന്ന് വെച്ചാൽ ഹനുമാൻ സ്വാമി. അങ്ങയുടെ അടുത്ത് വന്നാൽ എത്ര കഷ്ടപ്പാടുള്ള കാര്യങ്ങളും സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എത്ര കഷ്ടപ്പാടും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിലും നമുക്കൊരു സുഖം കണ്ടെത്താൻ പറ്റും, ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ. ഇനി 21ാമത്തെ ലൈൻ. രാമ ദുവാരെ തുമരേ രഖ്വാരെ ഹോത്ത് ന ആജ്ഞ ബിനു പേസാരെ. രാമദുവാരെ, രാം എന്ന് വെച്ചാൽ ശ്രീരാമസ്വാമിയുടെ ദ്വാരെ എന്ന് വെച്ചാൽ വാതിക്കൽ, ദ്വാരെ. രഖ്വാരെ, എന്ന് വെച്ചാൽ ഹനുമാൻ സ്വാമിയാണ്. ആരാണ്? രഖ്വാരെ എന്ന് വെച്ചാൽ ആരാണ്? സെക്യൂരിറ്റി ഗാർഡായിട്ട് ഹനുമാൻ സ്വാമി അവിടെ നിൽക്കുന്നുണ്ട്. ശ്രീരാമസ്വാമിയുടെ വീടിൻ്റെ അടുത്തേക്ക് ആർക്കെങ്കിലും പോകണമെങ്കിൽ അവിടെ സെക്യൂരിറ്റി ആയിട്ട് ആരാണുള്ളത്? ഹനുമാൻ സ്വാമിയാണുള്ളത്. ഹോത്ത് ന ആജ്ഞ ബിനു പേസാരെ. ഹോത്ത് ന ആജ്ഞ പറഞ്ഞാൽ ആജ്ഞ കിട്ടില്ല. ആരുടെ ആജ്ഞ കിട്ടില്ല? ഹനുമാൻ സ്വാമിയുടെ ആജ്ഞ ഇല്ലാതെ. ബിനു പേസാരെ എന്ന് വെച്ചാൽ അങ്ങയുടെ അനുവാദം, അല്ലെങ്കിൽ ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് ചെല്ലണമെങ്കിൽ ഹനുമാൻ സ്വാമിനെ പ്രസാദിക്കാതെ ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് ആർക്കും ചെല്ലാൻ പറ്റില്ല. കാരണം ശ്രീരാമസ്വാമിയുടെ വാതിലിൻ്റെ മുന്നിൽ എപ്പോഴും ഹനുമാൻ സ്വാമി സെക്യൂരിറ്റി ഗാർഡായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഹനുമാൻ സ്വാമിനെ പ്രസാദിച്ച് അങ്ങയെ തൊഴുതിട്ട് വേണം ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് എത്താനായിട്ട്. ഇനി 22ാമത്തെ ലൈൻ. സബ് സുഖ് ലഹേ തുമാരി സരണ തും രക്ഷക് കാഹു കോ ഡർന. സബ് സുഖ് ലഹേ, സബ് സുഖ് എന്ന് വെച്ചാൽ എല്ലാ സുഖവും കിട്ടും. എപ്പോൾ കിട്ടും? തുമരി ശരണ, തുമരി എന്ന് വെച്ചാൽ അങ്ങയുടെ ശരണത്തിൽ വന്നാൽ നമുക്ക് എല്ലാ സുഖവും കിട്ടും. തും രക്ഷക് എന്ന് വെച്ചാൽ രക്ഷക്, ഇത് ഹിന്ദി നമ്മുടെ അവധി ഭാഷയിലത്തെ ലാംഗ്വേജാണ് രക്ഷക് എന്ന് പറയുന്നത്. അപ്പോൾ തും രക്ഷക് പറഞ്ഞാൽ അങ്ങ് രക്ഷകനാണെങ്കിൽ. കാഹു കോ ഡർന, കാഹു വെച്ചാൽ എന്തിന്, ഡർന എന്ന് വെച്ചാൽ പേടിക്കണം.
അപ്പോൾ ഹനുമാൻ സ്വാമി നമ്മുടെ രക്ഷകനായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിലും പേടി വേണ്ട, നമ്മൾ എല്ലാത്തിലും സുഖം അനുഭവിക്കും. അപ്പോൾ ഇതാണ് 19, 20, 21, 22 4 ലൈനിൻ്റെ മീനിങ്. അടുത്ത ലൈനിൻ്റെ മീനിങ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി.